സംഭവബഹുലമായ കുറച്ച് ദിവസങ്ങളിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കോൺഗ്രസിൻ്റെ മുൻകാല ചരിത്രങ്ങളിലൊന്നും തന്നെ ഇത്രയ്ക്കധികം രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ട ദിനരാത്രങ്ങളുണ്ടായിട്ടില്ല. രാത്രി 12 മണി വരെ അല്ലെങ്കിൽ ഒരു മണിക്ക് ഒക്കെയാണ് സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഗത്തു നിന്നുമുള്ള കുത്തുകളും ഭീഷണിയും ഒക്കെ ഒരു ഹൈക്കമാൻഡിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെയാണ്. മുതിർന്ന നേതാവായ അല്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒപ്പം സഞ്ചരിച്ച ഒരു നേതാവാണ് ശ്രീ കെ സുധാകരൻ. അദ്ദേഹം അലങ്കരിക്കാത്ത പദവികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കേരളത്തിലെ KPCC തുടങ്ങി എല്ലാ പദവികളും അലങ്കരിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. പിണറായി വിജയൻ്റെ സമകാലി കോണ്ടംപററി ആയതുകൊണ്ട് തന്നെ പിണറായി വിജയൻ 3-ാം വട്ടം മുഖ്യമന്ത്രിയായി ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു കോണ്ടംപററി എന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി മരിക്കണമെന്നുള്ളൊരു വ്യാമോഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയെങ്കിൽ അതിനെ തെറ്റു പറയാനാവില്ല. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരാണ് പാർട്ടിയെ വെട്ടിലാക്കി പോകുന്നത് നാം കാണുന്നത്. ആലപ്പുഴയിൽ സുധാകരനാണെങ്കിൽ കണ്ണൂർ കെ സുധാകരൻ ആണ് ഇപ്പോൾ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തിയത്. എന്തുകൊണ്ടോ അദ്ദേഹം ഓൾറെഡി MP ആണ്. അപ്പോൾ ഇനി കേരള അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയാണെങ്കിൽ പാർട്ടി വിട്ട് BJPക്ക് പോകുമെന്നൊക്കെ പത്രങ്ങൾ പറയുകയുണ്ടായി. അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ ഈ കോണ്ടംപററി ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് കേരള പൊളിറ്റിക്സ് വളരെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശാപം നമുക്ക് റോൾ മോഡൽസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. മാതൃകാ വ്യക്തിത്വങ്ങളില്ല. ഇലക്ഷൻ വരുമ്പോൾ കാണാം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ പോലെ കന്നഡ രാഷ്ട്രീയത്തിൻ്റെ പോലെയൊക്കെ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടെ കാണാം കുറേ MLA കൊണ്ടിട്ട് ഓരോ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കും. എന്നിട്ട് കാശ് കൊടുത്ത് ഇങ്ങനെ വിലപേശുക. അങ്ങനത്തെ ഒരു തത്വാധിഷ്ഠിതമല്ലാത്ത ഒരു രാഷ്ട്രീയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ നേർത്ത് ജീർണിച്ചു വരാൻ കാരണവും. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള 7 സാമൂഹിക തിന്മകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തത്വാധിഷ്ഠിതമല്ലാത്ത രാഷ്ട്രീയം. വലിയൊരു സോഷ്യൽ ഈവളായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മൂല്യങ്ങൾ ബലികഴിക്കുക എന്നുള്ളതാണ് എന്ന രീതിയാണത്. ജനസേവനത്തെക്കാളും സ്വാർത്ഥതയ്ക്ക് മുൻഗണന നൽകുന്നു എന്നാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊരു വലിയൊരു സാമൂഹ്യ തിന്മയായിട്ടാണ് അദ്ദേഹം കണ്ടതും അതിനെ അദ്ദേഹം എന്നും എതിർത്തിട്ടുമുണ്ട്. കോൺഗ്രസ് പാർട്ടി മെലിയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പാർലമെൻ്ററി വ്യാമോഹങ്ങളുമായിട്ട് കയറിക്കൂടുകയാണ് യാതൊരു വിധ തത്വദീക്ഷയുമില്ലാത്ത ആളുകൾ. അവർ ഓരോ കക്ഷിക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഓരോ വ്യക്തിക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സാധാരണ നമ്മൾ സമരം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കയ്യേറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കോസിന് വേണ്ടി നിന്നിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാർക്കും ക്രിമിനൽ കേസസൊക്കെ വരാം. പക്ഷേ അതല്ല, വലിയ കറപ്ഷൻ നടത്തിയിട്ട്
അതേപോലെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് അഴിമതി നടത്തി, വേറെ രീതിയിൽ അഴിമതി നടത്തി, പൊതുഖജനാവ് ലൂട്ട് ചെയ്തിട്ട്, അങ്ങനെ എന്ന് വേണ്ട ലഹരി മാഫിയക്കാരൊക്കെ ഉണ്ട് പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് അഗ്നിശുദ്ധി വരുത്തുകയാണെങ്കിൽ മാത്രമേ ഇനി കോൺഗ്രസ്സിന് നിലനിൽപ്പുള്ളൂ. നല്ല ആശയവും നല്ല സ്വഭാവശുദ്ധിയും ഒക്കെയുള്ള ചെറുപ്പക്കാർ ഇനി പാർട്ടിയിലേക്ക് വരേണ്ടതുണ്ട്. എന്നാൽ തന്നെയാണ് നമുക്ക് ഈ കോൺഗ്രസ് പാർട്ടി, ഇത്രയും പൈതൃകമുള്ള കോൺഗ്രസ് പാർട്ടി ഇനി എക്സ്റ്റിങ്ക്റ്റ് ആവാതെ നിൽക്കണമെങ്കിൽ അതൊക്കെ വേണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം, എല്ലാ പാർട്ടികളെയും സ്ഥാനാർത്ഥി നിർണയം പട്ടിക പുറത്തു വന്നിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ പട്ടിക പുറത്തു വരാതെ, അതൊരു എല്ലാ പാർട്ടിയിലും കോൺഗ്രസ്സിലും ഉൾപാർട്ടി ജനാധിപത്യം കൂടിയതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചു പറയുന്നത് പൊട്ടിത്തെറി. അതൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ജസ്റ്ററായിട്ട് നമുക്കതിനെ കാണാം. പക്ഷെ അത് വിഴുപ്പിട്ട് അലക്ക പുറത്തേക്ക്, അത് ഉള്ളിലല്ല കിടന്നത്. അപ്പോൾ ജനങ്ങൾക്ക് പാർട്ടികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. ഇവർക്ക് ഇനി അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഇവരിനി എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ BJP-യുടെ ധാരണ ആയിട്ടുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ, ഇനി ഇലക്ഷൻ കഴിഞ്ഞ് ഇനി അഥവാ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര MLA-മാരുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി പദം തന്നില്ലെങ്കിൽ ഞാൻ BJP-ആയിട്ട് പോയി സഖ്യമായി ഞാനൊരു മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് പറഞ്ഞു കളയില്ല. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പോൾ അത് പേടിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് അതിന് വഴങ്ങുമെന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. പക്ഷേ പാർട്ടി അതിനൊക്കെ അപ്പുറത്ത് പ്രവർത്തിച്ചു. അത് ഒന്നിനും വഴങ്ങിയില്ല. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തി സീറ്റ് നിഷേധിക്കുക തന്നെ ചെയ്തു. ഹൈക്കമാൻഡ് തന്നെയാണ് സുപ്രീം പവർ എന്ന് തെളിയിച്ചുകൊണ്ട് പാർട്ടിക്ക് വിധേയപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏത് സുധാകരനും പുറത്ത് എന്നുള്ള രീതിയായി. അത് കോൺഗ്രസ് പാർട്ടിക്ക് വളരെ ഗുണമായി. പാർട്ടിയുടെ പ്രതിച്ഛായ ഇതിനകം വളരെ ഗംഭീരമായി കൂടി. അത് വളരെ നന്നായി. ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. പാർട്ടി പറഞ്ഞതാണ്. പാർട്ടി അച്ചടക്കം എല്ലാവരും പാലിക്കേണ്ടതുണ്ട്. പാർട്ടിക്ക് കീഴ്പ്പെട്ട് സിംഹത്തിനെ പോലെ കയറിപ്പോയ സുധാകരൻ പിന്നീട് ഇറങ്ങി വരുമ്പം, ഞാൻ നിസ്സാരനല്ലേ, പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഞാനില്ല എന്ന്. കള്ളത്തരത്തിൻ്റെ മുന്നിൽ കുറേ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഗൂഢസംഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെല്ലുവിളിക്കുക തന്നെ വേണ്ടി വരും. ഇപ്പം അതല്ലല്ലോ ഇലക്ഷൻ. ഇത്രയും കാലം 75, 77, 79 വയസ്സായി. ഇനിയൊക്കെ പുറത്തു നിന്ന് പാർട്ടിയെ പിന്തുണയ്ക്കുക, ഗൈഡൻസ് കൊടുക്കേണ്ട ആൾക്കാരാണ് ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ആൾക്കാരാണ് ഈ ജനപ്രതിനിധികൾ. അവർക്ക് ഈ 70, 75 വയസ്സായ സെനയിലായിട്ട് ചിഹ്നനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ പിടിച്ചാക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഈ കടക്കിഴവന്മാരെ കൊണ്ട്. മാത്രമല്ല ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വേണം. കാരണം ഇവരുടെ രോഗം മുഴുവൻ, ഇവർക്ക് പല അത് ഏത് ജനപ്രതിനിധിയാണെങ്കിലും പ്രായഭേദമന്യേ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് അവരൊക്കെ അണ്ടർഗോ ചെയ്യണമെന്നുള്ള റൂളും കൂടി വേണം, പ്രായപരിധി വെക്കുന്നതോടൊപ്പം തന്നെ. കാരണം ഇവർ കയറുമ്പോഴേക്കും ഇവർ ചികിത്സിക്കാൻ വരികി പോകുന്നു. മറ്റേ നമ്മുടെ പൊതുഖജനാവധി ഇത്രയധികം കാശെടുത്ത് നമുക്ക് അവർക്കൊക്കെ ഒന്നും ചികിത്സ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 80 വയസ്സായാലും മുഖ്യമന്ത്രിയൊന്നും നമുക്ക് വേണമെന്നില്ല. നമുക്ക് ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, നമ്മളെ സേവിക്കാനായിട്ട് പറ്റുന്ന താല്പര്യമുള്ള ആൾക്കാരൊക്കെ മതി എന്ന് തന്നെ നമുക്ക് മതി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നല്ല തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സുധാകരനാണെങ്കിലും പാർട്ടിക്ക് അതീതനല്ല എന്നുള്ളൊരു തീരുമാനം. അതോടൊപ്പം തന്നെ അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോഴും അത് ഇപ്പോൾ മുകേഷ് ആണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട്, MLA ആയി തുടരുന്നുണ്ട്. അത് കോടതിയിൽ തെളിയട്ടെ എന്ന് പറഞ്ഞതിൽ അവർ ഉടനെ തന്നെ പുറത്താക്കി. അതും പാർട്ടിയുടെ പ്രതിച്ഛായ ഒരുവിധം നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടിയും എല്ലാ ധാർമ്മികതയോടുകൂടിയും തിരിച്ചു വരട്ടെ എന്നാണ് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഒരു മാറ്റം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ 3-4 കൊല്ലമൊന്നും ആരും ഭരിക്കുന്നത് ശരിയല്ല.
ജനവിധി എങ്ങനെയാണെങ്കിൽ അതുപോലെ ആവട്ടെ, പക്ഷെ അത് നല്ലതല്ല. നമ്മൾ സൈദ്ധാന്തികമായി പറയുകയാണെങ്കിൽ നല്ലതല്ല. കാരണം പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ അധികാരം കാലങ്ങളോളം ഒതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ആ ജീർണതയേ ഉണ്ടാവുള്ളൂ. വ്യക്തിക്കും ജീർണത, ഉന്മത്തരാക്കും അധികാരം. വ്യക്തിക്കും ജീർണതയേ ഉണ്ടാവുള്ളൂ, സമൂഹത്തിനും ജീർണതയേ ഉണ്ടാവുള്ളൂ, പ്രസ്ഥാനത്തിനും ജീർണതയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 വർഷത്തോളം പുറത്തു നിന്ന കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയും വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ അത് നല്ലത്, വളരെ നല്ലത്. അത് തന്നെ മറ്റൊരു ദീർഘകാലം ഭരിച്ചിരുന്ന ഏത് കക്ഷിയാവട്ടെ, ആ കക്ഷിയും പുറത്തു നിന്ന് ജനകീയ സമരങ്ങളുമായി, ജനകീയ മുന്നേറ്റങ്ങളുമായി പോവുകയും ജനങ്ങളുമായി സമ്പർക്കം നടത്തുകയും കുറേയൊക്കെ ജനങ്ങൾ സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ള ച്യുതിയൊക്കെ മനസ്സിലാക്കി അത് അവരുടെ ചിന്താപദ്ധതിയെ നവീകരിക്കാനും സമൂഹത്തിൻ്റെ ചിന്താപദ്ധതിയെ നവീകരിക്കാനും കൂടുതൽ അവരെ അവരിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കും നല്ലത്. നമ്മുടെ ഒരു ബെറ്റർ സൊസൈറ്റി ആയിട്ട് മാറും. കാലുഷ്യം ഇല്ലാതെയും അതേപോലെ തന്നെ പരസ്പര വിദ്വേഷവും ഇല്ലാതെയും പരസ്പര സ്നേഹത്തോടു കൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കും അതേ വലിയ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വിധേയപ്പെട്ട കെ സുധാകരനും, അദ്ദേഹം നിസ്സാരനാണെന്ന് അവരുടെ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കണ്ട് ഡിപ്ലോമാറ്റിക്കായിട്ടാണ് അവർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്. താൻ ഒന്നുമല്ല, നിസ്സാരനാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒരു നല്ല അധ്യാപകനായിട്ട് ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഇൻ്റർവെൻഷനിലൂടെ തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ പാർട്ടിക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞ ആ ലീഡർഷിപ്പിനോട് നമുക്ക് വളരെയധികം ഒരു ആരാധന തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇനി കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോട്ടെ. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ, ഒപ്പം തന്നെ സമൂഹത്തിനും ഉണ്ടാകട്ടെ. ജയിച്ചാലും തോറ്റാലും പ്രതിപക്ഷത്തിരുന്നാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ മുന്നേറാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആകട്ടെ. അല്ലാതെ അത് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ പോകാതെ ഇരിക്കട്ടെ. അങ്ങനെ പോയേക്കുമോ എന്നൊരു ഭയം ഇത്ര നാളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജസ്റ്റർ വളരെ നന്നായി തോന്നുന്നു. നന്ദി, നമസ്കാരം.